അതാണ് സന്തോഷ്. ഈ ഭൂമി ഏറ്റെടുക്കലടക്കം വളരെ വലിയ രീതിയിലുള്ള ഒരു നിയമ പോരാട്ടം ഉണ്ടായിരുന്നു. ഒപ്പം സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ ചില മാധ്യമങ്ങളുടെ കുപ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷമടക്കം അതിന് കൂട്ടുന്നതടക്കം നമ്മൾ കണ്ടതാണ്. അവിടെയാണ് ഈ സന്തോഷ് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് കൃത്യമായൊരു മറുപടി ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് എല്ലാ സംശയങ്ങൾക്കും. അതായത് ഈ അന്ന് ഈ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ ഉയർന്ന ഒരു ചോദ്യം, ഇത് സാധ്യമാണോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ള ചോദ്യമായിരുന്നു പ്രധാനമായും ഉയർന്നത്. അതോടൊപ്പം തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരും അല്ലെങ്കിൽ ഈ ദുരന്തങ്ങളിലൂടെ മുതലെടുപ്പ് നടത്തുന്നവരുമായിട്ടുള്ള ആളുകൾ പരമാവധി മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തം ബാധിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് ഈ പറയുന്ന വീടുകൾ, ടൗൺഷിപ്പിലെ വീടുകൾക്ക് പകരം സംസ്ഥാന സർക്കാർ നൽകുന്ന പണം വാങ്ങി സ്വന്തം നിലയിൽ പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ആളുകൾക്കിടയിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തി സംസ്ഥാന സർക്കാരിനെതിരെ വികാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി. ചെറിയ വീടുകളായിരിക്കും ലഭിക്കുക എന്നുള്ള പ്രചരണം നടത്തി. മാത്രമല്ല ഇത് മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാകില്ല, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധമുള്ള കുപ്രചരണങ്ങളായിരുന്നു ആ ഘട്ടത്തിലെല്ലാം നടന്നത്. പക്ഷേ ആ പ്രചരണങ്ങൾ ആ ഘട്ടം മുതൽക്ക് തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു, ഈ വീടുകൾ എന്ന് പറയുന്നത് എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടുകളായിരിക്കും. അത് വീടുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ടൗൺഷിപ്പ് തന്നെ എല്ലാ തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളും ഉള്ളതായിരിക്കും എന്നുള്ള വാഗ്ദാനം നൽകിയിരുന്നു. എല്ലാ കുപ്രചരണങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് നിർമ്മാണം പൂർത്തിയാകുന്ന ഈ ടൗൺഷിപ്പിലെ മാതൃകാ വീട് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് കാണാവുന്ന ആധുനികമായ മോഡേൺ സൗകര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മാതൃകാ ആദ്യ വീടിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ മുറ്റമൊരുക്കുന്ന പ്രവൃത്തികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുറ്റമെല്ലാം മനോഹരമായി ഇൻ്റർലോക്ക് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ മുറ്റമെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത നല്ല മുറ്റമൊരുക്കിയ നല്ല ലാൻഡ്സ്കേപ്പുള്ള, കൂടാതെ ഈ മറ്റ് ആധുനികമായിട്ടുള്ള സൗകര്യമുള്ള ഈ വീടിൽ തന്നെ നല്ല മനോഹരമായി ടൈൽസ് ഇട്ട വീടാണ്. അതിൻ്റെ കയറുന്ന ഭാഗം തന്നെ നല്ല ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അതിനുശേഷം ഒരു ഹാളിലേക്കാണ് പോകുന്നത്. 2 മുറികളുണ്ട്, ഒരു പഠനമുറിയുണ്ട്. കുട്ടികൾ ഈ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു ജനതയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേരളം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ നടത്തിയ കുപ്രചാരണങ്ങൾ എത്രത്തോളം പൊള്ളയായിരുന്നു എന്നുള്ളത്. ഭൂമി ഏറ്റെടുക്കലടക്കം വലിയൊരു നിയമ പോരാട്ടം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. ഇപ്പോൾ ആ ജനത അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകാനുള്ള ഒരു വലിയ ശ്രമത്തിൽ കൂടിയാണ് ഇന്ന് കൈരളി ന്യൂസിൻ്റെ ഒരു ലൈവത്തോൺ ഉണ്ട്. 7 മണി മുതൽ ദുരന്തത്തിന് ശേഷം മുണ്ടക്കൈ ചൂരൽമല ഭൂമി, ആ സ്ഥലങ്ങൾ, അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെന്ന് ലൈവത്തോണിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും.